ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കി ചിരിയും ചിന്തയുമായി ദിശ അവതരിപ്പിക്കുന്നു നാട്ടുവർത്തമാനം. കിട്ടുപിള്ളേ ദേ പാല്. ആഹാ, ബീവാത്തൊന്ന് നേരത്തെ ആണല്ലോ. പാലിൽ വെള്ളവും ചേർത്തില്ലല്ലോ അല്ലേ? അല്ല, മൊത്തം ഇപ്പൊ മായക്കച്ചവടത്തിന്റെ കാലമാണേ. ദേ പിള്ളേ, വർഷങ്ങളായിട്ട് ഇമ്മ തന്നെ അല്ലേ ഇങ്ങക്ക് പാല് തരുന്നത്. പിന്നെ ഇപ്പൊ എന്താ പുതിയ സംശയം? നിങ്ങക്ക് വേണ്ടെങ്കിൽ പറഞ്ഞേക്ക് പിള്ളേ, ഇമ്മ വേറെ ആർക്കെങ്കിലും പാല് കൊടുത്തോളാം. അല്ല പിന്നെ. അയ്യോ ബീവാത്ത്, ചൂടാകാതെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. പിന്നെ നമ്മുടെ നമ്പൂതിരിച്ചന്റെ വിശേഷം വല്ലതും അറിഞ്ഞായിരുന്നോ? നമ്പൂരിച്ചനോ? എന്തു പറ്റി? ഇമ്മ ഒന്നും അറിഞ്ഞില്ലല്ലോ. ദാ നമ്പൂതിരിച്ചനോട് എന്നെ ചോദിക്ക്. ബിയാത്തു, നോം ആശുപത്രിയിലായിരുന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നോ? എന്തു പറ്റി നമ്പൂരിച്ച? നിങ്ങള് കൊറോണ പിടിച്ചോ? കൊറോണ ഒന്നുമല്ല ബിവാത്തു, നോമിന് വയറ്റിലൊരു അസുഖം. പെൻഷൻ വാങ്ങാൻ പോയി വരുന്ന വഴി നോം ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചതാണ്. പിന്നെ ഇല്ലത്തെത്തിയപ്പോ ഭക്ഷണം പണി തുടങ്ങിയില്ലേ, നോമിന് ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ സമയം കിട്ടിയില്ല. നമ്പൂരിച്ച, നിങ്ങള് ശീലം മാറി ചിക്കൻ വല്ലതും കഴിച്ചോ? ശിവ ശിവ, ബിവാത്തു എന്തായി പറയണ്? ചിക്കനോ അതും നോമോ? സസ്യാഹാരം തന്നെയാണ് കഴിച്ചത്. പോലീസേ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്പൂരിച്ചന്റെ കാര്യം? ഓ, അറിഞ്ഞു. ഫുഡ് പോയ്സൺ ആയിരുന്നു അല്ലേ? പായസനാ? പായസം വിഷല്ലേ? ഇപ്പൊ നമ്പൂരി എന്തിനാ വിഷം കഴിച്ചേ? ഓ അല്ല ബിയാത്തു, ഭക്ഷ്യവിഷബാധ എന്നാണ് ഉദ്ദേശിച്ചത്. ഹോട്ടലുകാർ പച്ചക്കറി ഒന്നും വൃത്തിയായി കഴുകുകയൊന്നും ഇല്ലല്ലോ. എൻഡോസൾഫാനൊക്കെ അടിച്ചല്ലേ പച്ചക്കറി വരുന്നത്. കിട്ടിയ പാടെ അത് അങ്ങ് പാചകം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ അറിയുന്നവരുടെ കയ്യിൽ നിന്ന് മാത്രം പച്ചക്കറി വാങ്ങുന്നത്. നല്ല ആൾക്കാർക്ക് കൊടുക്കാമല്ലോ. ദാ പട്ടാളം എത്തിയല്ലോ. എന്താ ഒരു ചർച്ച? നമ്മുടെ നമ്പൂരിച്ചന്റെ കാര്യം പറയുകയായിരുന്നു. ആ, ഞാനും അറിഞ്ഞിരുന്നു. ഏതായാലും എല്ലാം ശരിയായല്ലോ അല്ലേ നമ്പൂരിച്ച? പിന്നെ ബിയാത്തു, പശുവിന് പുറത്തുനിന്ന് പുല്ലൊക്കെ വാങ്ങിയുമ്പോൾ സൂക്ഷിക്കണേ. എല്ലാത്തിലും വിഷമാണ്. എത്ര വിഷം കഴിച്ചാലും ആരും ഇവിടെ കഷ്ടപ്പെടാൻ തയ്യാറല്ല. എല്ലാവരും ഈ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. കൊറോണ വന്നത് കാരണം കുറച്ചുപേരെങ്കിലും വീട്ടിൽ സ്വന്തമായി കൃഷി ചെയ്യുന്നുണ്ട്. കൊറോണ കൊണ്ടുണ്ടായ ഒരു നേട്ടമാണത്. നമ്മുടെ മെമ്പറൊപ്പം പഞ്ചായത്തിൻ്റെ പുതിയ തീരുമാനങ്ങൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? എന്നാൽ കേട്ടോളൂ. ഇനി ആർക്ക് വേണമെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യാം. നല്ലതരം വിത്തുകൾ, വളങ്ങൾ, കൃഷി ചെയ്യാനുള്ള ഗ്രോ ബാഗ്സ് എല്ലാം പഞ്ചായത്ത് മുഖാന്തരം സൗജന്യമായും സബ്സിഡിയായും വിതരണം ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പിന്നെ പഞ്ചായത്തിന്റെ ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് കരാർ അടിസ്ഥാനത്തിൽ കൊടുത്ത് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതവർക്കൊരു വരുമാന മാർഗമാവുകയും ചെയ്യും. അതെ, പുതിയ തലമുറയിൽ നല്ലൊരു ശതമാനം കൃഷിയെ സ്നേഹിക്കുന്നവരുണ്ട്. ഇതുപോലുള്ള സംരംഭങ്ങൾ അവർക്കൊരു പ്രചോദനമായിരിക്കും. ദേ മാഷെത്തിയല്ലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ആട്ടെ, എന്തൊക്കെയാണ് ഇന്നത്തെ നാട്ടുവർത്തമാനം? മാഷേ, നമ്മുടെ പച്ചക്കറികളിലും പഴങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന വിഷം നിറഞ്ഞ കീടനാശിനികളെക്കുറിച്ച് പറയുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ജനങ്ങളെ ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തേണ്ട ഒരു വിഷയം തന്നെയാണിത്. നമ്മുടെ കുട്ടിക്കാലത്ത് മറ്റും ലഭിച്ചിരുന്ന ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളുമായിരുന്നില്ലേ? എന്തായിരുന്നു അന്നത്തെ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെയും ചക്കവറുത്തതിന്റെ ഒരു രുചി? ഇന്നതെല്ലാം പോയില്ലേ? നമ്പൂരിച്ചൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് നമുക്ക് കാണാൻ ചന്തമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കിട്ടുമെങ്കിലും അവയൊന്നും കഴിക്കാൻ ഒട്ടും യോജ്യമല്ല. അതെ അതെ, ആപ്പിളൊക്കെ കാണാൻ എന്തൊരു ചന്ത. അതൊക്കെ ശരിയാണ്. പക്ഷെ ആപ്പിൾ വാങ്ങിച്ച പിന്നെ വീട്ടിൽ മെഴുകുതിരിയുടെ ആവശ്യമില്ല. ഒരു ഈച്ച പോലും ആ മുന്തിരിങ്ങയിലങ്ങ് വന്നിരിക്കില്ല. ഈച്ചയ്ക്ക് പോലും അറിയാം അത് മൊത്തം വിഷമാണെന്ന്. അല്ലേ മാഷേ? അമിതമായ രാസവള പ്രയോഗവും കീടനാശിനിയുടെ ഉപയോഗവുമാണ് നമ്മൾ ഇപ്പോൾ തുടരുന്ന കൃഷിരീതി. ഇത് കൂടുതൽ കൃഷിഫലം നമുക്ക് തരുമെങ്കിലും അവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നതാണ് സത്യം. ലോക കച്ചവട വിപണിയുടെ കള്ളക്കച്ചവടത്തിന്റെ ഫലം തന്നെയാണ് ഈ രീതിയിലുള്ള കൃഷി. തീർച്ചയായും കച്ചവട മനോഭാവം തന്നെയാണ് ഈ മാറ്റങ്ങൾക്ക് കാതലായ കാരണം. നമ്മുടെ ആഹാര രീതികളും മറ്റും ആഗോള താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റി എന്നതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാട് കൃഷികൾക്കും മറ്റും അനുയോജ്യമായ സാഹചര്യങ്ങളാൽ സമൃദ്ധമാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. മാഷ് പറഞ്ഞ പോലെ നമുക്ക് വേണ്ട പച്ചക്കറികളും മറ്റും നാം തന്നെ നട്ടു വളർത്തണം. നമുക്ക് ആവശ്യമുള്ളവ നാം തന്നെ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഒരു കൃഷി രീതിയിലേക്കാണ് കാലം മാറേണ്ടുന്നത്. മാഷേ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോ നല്ലൊരു ശതമാനം ആൾക്കാരും ഫ്ലാറ്റിലല്ലേ താമസം. അവർക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താനാവും? നമ്പൂരിച്ച, അതിന് പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ ലഭ്യമാണ്. ഇന്ന് മിക്ക നഗരങ്ങളിലും ഫ്ളാറ്റുകളിലെ മേൽഭാഗവും ബാൽക്കണികളിലും മറ്റും കൃഷിക്ക് മറ്റും ഉപയോഗിക്കുന്നുണ്ട്. കപ്പ മുതൽ വാഴ വരെ ബാൽക്കണികളിലും മറ്റും കൃഷി ചെയ്ത് വിജയിപ്പിച്ചവരെ പറ്റി കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഞാൻ വായിച്ചിരുന്നു. അതെ അതെ, ഓരോരുത്തരും അവരവരുടേതായ സ്ഥലത്ത് കൃഷി ചെയ്യുകയും പുതിയ തലമുറയ്ക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. കിട്ടുപിള്ള പറഞ്ഞത് ശരിയാണ്. കൃഷി ഇന്ന് നഗരജീവിതത്തിലും പ്രാപ്യമായി മാറിയിട്ടുണ്ട്. നമ്മുടെ തൊടികളിലും പറമ്പുകളിലും
ബാൽക്കണികളിലും ടെറസുകളിലും മറ്റും നമുക്കാവും വിധം കൃഷികൾ ചെയ്യുകയാണെങ്കിൽ വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ തീന്മേശകളിൽ എത്തുമെന്നതിന് ഒരു സംശയവും വേണ്ട. ഇനിയുള്ള കാലം നാം നമ്മുടെ ജീവിതത്തിൽ കൃഷിക്ക് പ്രാധാന്യം നൽകിയേ പറ്റൂ. വികസനത്തിനോടൊപ്പം വിഷരഹിത നാടും ആരോഗ്യമുള്ള ജനതയും, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം.